മാറ്റങ്ങളെ അതിനെ നമുക്ക് ശാസ്ത്രീയമായി അതിനെ മൂല്യനിർണ്ണയം നടത്താൻ അല്ലെങ്കിൽ അതിനെ റീഡ് ചെയ്യാൻ ഉള്ള സങ്കേതങ്ങൾ എന്താണ്? ഒരുപാട് യൂണിവേഴ്സിറ്റി ഈ രംഗത്ത് വളരെ അഡ്വാൻസ്ഡ് റിസർച്ച് ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷനിൽ ഇരിക്കുന്ന ആൾക്കാരുടെ തന്നെയുണ്ട്. മെഡിറ്റേഷനിൽ ഇരിക്കുന്ന ആൾക്കാരുടെ തന്നെ MRI എടുക്കുക. ഇപ്പൊ ബ്രെയിനിൽ നിന്ന് കിട്ടുന്ന പിക്ചർ തൊട്ട് മുമ്പുള്ളതിന് ശേഷമുള്ളത് വളരെ ഡിഫറന്റ് ആയിരിക്കും. അതുപോലെ തന്നെ സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് നടത്തുന്ന സ്റ്റഡി ശക്തമായ മെഡിറ്റേഷനും ശക്തമായ വിഷ്വലൈസേഷനും വഴി ഈവൻ വന്നിട്ടുള്ള ക്യാൻസർ ബോഡിയിൽ ഡിസോൾവ് ചെയ്ത് പോകാവുന്ന ഒരുപാട് കേസ് സ്റ്റഡീസ് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് വന്ന രോഗങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജിയുടെ സ്റ്റെപ്സ് ഉപയോഗിച്ച് നമുക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങളെ സ്ട്രെസ് ലെവലിനെ നമുക്ക് ഇല്ലാതാക്കിയിട്ട് നമ്മുടെ ഈ റിയൽ പൊട്ടൻഷ്യാലിറ്റി എന്താണോ അതിൽ മാത്രം ഫോക്കസ് ചെയ്യും. രോഗപ്രതിരോധ ശേഷി ഇതിനുണ്ടെന്നാണ് അങ്ങ് പറയുന്നതിന്റെ അർത്ഥം. തീർച്ചയായിട്ടും. ഏത് രീതിയിലാണ് അത് തെളിയിച്ചിട്ടുണ്ടോ? ധാരാളം ഗവേഷണങ്ങൾ നടത്തി ഇതിനെ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ നമുക്ക് മദർ തെരേസയെ കുറിച്ചുള്ള മൂവി കണ്ടതിന് ശേഷം യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിനെ US യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിനെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ആ സമയത്ത് ത്രില്ലറായിട്ടുള്ള മൂവി കണ്ടതിന് ശേഷമുള്ളത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോസ്പിറ്റലിലെ ഈ നേഴ്സസ് വീട്ടിലെ അമ്മമാര് നമ്മളെയൊക്കെ ശുശ്രൂഷിക്കുന്ന ആൾക്കാർക്ക് രോഗം വരുവാണെങ്കിൽ മിക്കവാറും വരത്തുമില്ല, വരുവാണെങ്കിൽ എല്ലാവർക്കും വന്നു പോയതിനു ശേഷം വരത്തുള്ളൂ. കാരണം അതിൽ തന്നെ ഈ സേവനത്തിൽ നിന്ന് ഒരു ആന്റിജൻ ടോട്ടലി ഒരു കവർ ചെയ്യപ്പെടുന്നുണ്ട്. അത് ആറ്റിറ്റ്യൂഡുമായിട്ട് വളരെ റിലേറ്റഡ് ആണ്. ശരി. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു പരിശീലനം നമ്മൾ കൊടുക്കുന്ന ഒരു ഉപബോധ മനസ്സിലാക്കണം. അത് പലപ്പോഴും ഒരു ബോധാവസ്ഥയിലല്ല നമ്മളത് കൊടുക്കുക. ആ ഒരു അബോധാവസ്ഥയിൽ കൊടുക്കുന്ന ചില പരിശീലനങ്ങൾ, ചില നിർദ്ദേശങ്ങൾ, ചില സൂചനകൾ, ഇതൊക്കെ പിന്നീട് നമ്മൾ ബോധമനസ്സിലേക്ക് തിരിച്ചു വരുമ്പോൾ അതിലേക്ക് അത് തിരിച്ചു കൊണ്ടുവരേണ്ടിരിക്കുന്നത് ഈ പരിശീലനത്തിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാകേണ്ട മനസ്സിലേക്കാണ്. ഇതെങ്ങനെയാണ് ഈ അപബോധ മനസ്സിൽ നിന്നും ബോധ മനസ്സിലേക്കുള്ള ഈ ഒരു യാത്ര, ഈ ഒരു ട്രാൻസ്മിഷൻ എങ്ങനെ നടക്കും? ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. സാധാരണ ഇത് നമുക്ക് ബോധമനസ്സിൽ കയറിയിട്ടാണ് അതുവഴിയാണ് ബോധമനസ്സിൽ പോകാൻ പറ്റുന്നത്. തിരിച്ചാണ് ബോധമനസ്സിൽ കയറിയതിനു ശേഷമാണ്. പക്ഷെ ബോധമനസ്സിന്റെ ക്രിട്ടിക്കൽ ഫാക്ടർ നമ്മളെ ലോജിക്കൽ എലമെന്റ് അവിടെ ഫിൽട്ടർ ചെയ്യരുത്. ഇപ്പൊ നമ്മളൊരു അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ കല്ലിനും ഈ അമ്പലത്തിനും എനിക്ക് എങ്ങനെ എനർജി തരാൻ പറ്റും, രോഗം മാറ്റാൻ പറ്റും, അതൊരു ലോജിക്കൽ മൈൻഡാണ്. പക്ഷെ നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകി കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ ലോജിക്കൽ എലമെന്റ് മാറിയിട്ട് കോൺഷ്യസ് ലെവലിൽ നിന്ന് പോയി സബ് കോൺഷ്യസ് ലെവലിലേക്ക് അങ്ങ് പോയി. ആ സമയം എത്തിയപ്പോഴത്തേക്ക് ഇവരുടെ ഈ പറഞ്ഞ വേവ് ലെങ്ത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കും. താഴേക്ക് വന്നുകൊണ്ടിരിക്കും. താഴേക്ക് വരുന്നതോറും സബ് കോൺഷ്യസ് ലെവലിലേക്ക് പോയി കഴിഞ്ഞു. പിന്നെ നടക്കുന്നത് ഒന്നും ക്രിട്ടിസൈസ് ചെയ്യാനുള്ള സാധ്യത വരുന്നില്ല. പിന്നെ ഈ ബോധം നഷ്ടപ്പെടാതെ തന്നെ ചെയ്യാവുന്ന ഈ സബ് കോൺഷ്യസ് ആക്സസ് ചെയ്യാവുന്ന ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാൾ പ്രകൃതിയിൽ കൂടി നടക്കുവാണ്. അപ്പൊ പ്രകൃതി രമണീയത കണ്ടിങ്ങനെ നടക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിനുണ്ടാകുന്നത് ഈ പറഞ്ഞ സബ് കോൺഷ്യസ് ലെവലിലേക്ക് തന്നെ പോവുകയാണ്. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് കേട്ടോണ്ടിരിക്കുകയാണ്. ആ മ്യൂസിക് ലയിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ സ്ട്രെസ്സും എല്ലാം കുറഞ്ഞ് ബീറ്റ സ്റ്റേജിൽ നിന്നും ആൽഫ സ്റ്റേജിലേക്ക് വരും. ആൽഫ സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കും കോൺഷ്യസ് ലെവൽ ഒരു പരിധിവരെ പ്രവർത്തിക്കുന്നുണ്ട്, സബ് കോൺഷ്യസ് ലെവലും പ്രവർത്തിക്കുന്നുണ്ട്. അടുത്ത ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ തീറ്റ സ്റ്റേജാണ്. തീറ്റ സ്റ്റേജ് വീണ്ടും കുറച്ചുകൂടെ അടി. ഇപ്പൊ ആ സമയത്ത് നമുക്ക് ഒരു ബോധം ഉണ്ടാവില്ല. അപ്പൊ ഈ തീറ്റ സ്റ്റേജിൽ നമുക്ക് മൈൻഡ് ചെയ്യുന്നതാണ്. ആൽഫ സ്റ്റേജിലാണ് അത് കോൺഷ്യസ് ലെവലും സബ് കോൺഷ്യസ് ലെവലും ഒരേ സമയത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് കോൺഷ്യസ് മൈൻഡിൽ കൂടി നമുക്ക് വേണ്ട കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയും അവിടെ കിടക്കുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഡിലീറ്റ് ചെയ്യുകയും ശക്തമായ വിഷ്വലൈസേഷൻ ഉപയോഗിച്ചിട്ട് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസിനൊക്കെ ചെയ്ത് എല്ലാ മെട്രോസിലും ഇത് ചെയ്യുന്നുണ്ട്. അത് ചെയ്തവരെ ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാമിന് 12 അവേഴ്സ് പ്രോഗ്രാമിന് വരുന്നത്. 12 അവേഴ്സ് പ്രോഗ്രാം വന്നു കഴിയുമ്പോൾ തന്നെ അവർക്ക് ഒരു എംഡിനെസ് തന്നെ ഇറങ്ങി പോകുമ്പോൾ അത് കഴിഞ്ഞ് അതിന്റെ ഫീഡ്ബാക്ക് കിട്ടുമ്പോഴത്തേക്ക് അവരുടെ ജീവിതത്തിൽ അവർ പ്രതീക്ഷിക്കാത്ത ഒരുപാട് മാറ്റങ്ങൾ. പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമുക്ക് ഹെൽത്ത്, സൈക്കോസൊമാറ്റിക് ഡിസീസസ്. മരുന്ന് വേണ്ട എന്നുള്ളതല്ല, മരുന്ന് നമ്മൾ ഡോക്ടറെ കാണണം, ചികിത്സ തേടണം. പക്ഷെ അതിന്റെ കൂടെ മനസ്സിന്റെ അതേ ശക്തി കൂടെ നമ്മൾ ഉപയോഗിക്കണം. അപ്പം ഹെൽത്തിന്റെ നല്ല സ്ട്രോങ് അത്ലറ്റ് ആണെന്നുള്ള ഫീലിംഗ് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മൈൻഡ് അത് ടേക്കപ്പ് ചെയ്യും. അപ്പൊ ആ രീതിക്ക് നമ്മൾ പൊക്കോളും. അതുപോലെ തന്നെ നമ്മൾ ഈ മനസ്സിലുള്ള പാപ്പരത്വം, ഒരു സ്കേഴ്സിറ്റി അവയർനെസ്, ഇല്ലായ്മയുടെ ബോധം മനസ്സിൽ നിന്ന് കളയുകയാണ്. അപ്പൊ അങ്ങനെ മൊത്തം കളഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് പോസിബിലിറ്റീസ്, ജീവിതത്തിൽ ആയിരക്കണക്കിന് അവസരങ്ങൾ ഇങ്ങോട്ട് വരുന്നത് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ മൂന്നാമത്തെ തലം എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ്. ഒരുപാട് പോപ്പുലേഷൻ റിലേഷൻഷിപ്പിന്റെ പേര് സഫർ ചെയ്യുന്ന ആൾക്കാരാണ്. അത് പലപ്പോഴും ഈ കോൺഷ്യസ് ലെവലിലുള്ള റിലേഷൻഷിപ്പ് എടുക്കുമ്പോഴത്തേക്ക് നേരത്തെ കിടക്കുന്ന ഇമോഷൻസുമായിട്ട് ചേർത്ത് വെച്ചേ കാണാൻ പറ്റുള്ളൂ.
അപ്പൊ അതിനെ എന്ത് ചെയ്യുന്നത് വെച്ചാല് അതിനെ നേരത്തെ ഉള്ള ഇമോഷണൽ ഡിസോർഡേഴ്സിനെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ, ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സബ് കോൺഷ്യസ് ലെവലിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആവും. അപ്പൊ രണ്ടു കൂട്ടരും ഒരു കാണുമ്പോൾ തന്നെ ഒരു സോള് നമ്മൾ കെട്ടിക്കിട്ട പോലെ ഒരു ഫീലിംഗ് വരും. ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺസേൺ എപ്പോഴും തന്നെ ഉള്ളിലുണ്ട്. ഈ 3 തലങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ. ഈ 3 തലങ്ങൾ ചെയ്യുന്നതിന് ജീവിതത്തിൽ നമ്മളിപ്പം നേടിക്കൊണ്ടിരിക്കുന്ന സക്സസിന്റെ ഒരു എത്രയോ മടങ്ങ് ലെവലിലേക്ക് പോകാനായിട്ട് പറ്റും. പറഞ്ഞപ്പം ഫ്രോയിഡിന്റെ ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ അതിലേക്കൊക്കെ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മുടെ ഈ ശരിക്കും ഏത് ഭാവമാണോ അല്ലെങ്കിൽ ഇതിൽ ഇതാണോ ഏതാണ് കൂടുതൽ സൂപ്പർ ആക്റ്റീവ് ആകുന്നത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് അല്ലെങ്കിൽ അവ നമ്മളെ ഭരിക്കും എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ ട്രെയിനിങ് അനുസരിച്ച് ഇപ്പൊ എനിക്ക് ആവശ്യമില്ലാത്ത കുറെ ദേഷ്യമോ എന്തൊക്കെയോ എന്റെ മനസ്സിലുണ്ട്, പക്ഷെ എന്നെ എപ്പോഴും ആ ദേഷ്യം തന്നെ ഭരിക്കുന്നു. അപ്പൊ എനിക്ക് ഈ ദേഷ്യം ഒന്ന് കുറച്ചിട്ട് എന്നെ മാറ്റാൻ സാധിക്കും, ശാന്തയാക്കാൻ സാധിക്കും എന്നാണ് അങ്ങ് ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെ ഒരു ലെവലിലേക്ക് എനിക്ക് വരണമെങ്കിൽ അങ്ങ് എത്ര നാള് അങ്ങയുടെ ട്രെയിനിങ് അല്ലെങ്കിൽ എത്ര ദിവസം എടുക്കും? അതോടൊപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ ചിട്ടയായിട്ട് പാലിക്കേണ്ടത്? നമുക്കിപ്പോ പറഞ്ഞിട്ടുള്ളത് ഇമോഷണൽ ഡിസോർഡേഴ്സിന്റെ പേരിലായിരിക്കും നമുക്ക് അകാരണമായ ദേഷ്യം വരുന്നത്. ആ ദേഷ്യത്തിന് തുടക്കം ഇവിടെ നിന്ന് 10 വർഷം മുമ്പ് ആയിരിക്കത്തില്ല. ചിലപ്പോൾ നമ്മളൊരു 2 വയസ്സിലോ 3 വയസ്സിലോ പേരന്റ്സ് ചിലപ്പോൾ നമ്മള് മൂത്ത കുട്ടികളെ കുട്ടിയായിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്തതിലോ അൺജസ്റ്റ് പണിഷ്മെന്റിൽ നിന്നോ സ്കൂളിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളിൽ നിന്നോ കൂട്ടുകാരൊക്കെ ഞാൻ പറഞ്ഞു ആനെ കെട്ടിയിട്ട് പ്രോഗ്രാം ചെയ്തെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പ്രോഗ്രാം നമ്മൾ പോയി റീപ്രോഗ്രാം ചെയ്യണം. റീപ്രോഗ്രാം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ആ അന്ന് നടന്നിട്ടുള്ളൊരു സംഭവത്തിന്റെ കൂടെ ആ ഇൻസിഡന്റിന്റെ കൂടെ ഒരു ഇമോഷൻ കൊണ്ടുണ്ട്. ഇതിനെ രണ്ടിനെ കൂടെ ഡിറ്റാച്ച് ചെയ്യണം. ഇൻസിഡന്റ് ഓർത്തു കഴിഞ്ഞാൽ കൂടെ ഇമോഷൻ വരരുത്. അപ്പൊ നമ്മൾ തന്നെ ഇപ്പം സ്വന്തക്കാരനൊരാൾ നമുക്ക് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കേട്ട് നമ്മളൊരു സ്റ്റോറി ഉണ്ടാക്കിയേക്കും. ഇറ്റ് ഈസ് അവർ കൺക്ലൂഷൻ. ഈ കൺക്ലൂഷൻ ഉണ്ടാക്കിയ നമ്മുടെ മനസ്സിൽ നേരത്തെ കിടക്കുന്ന കുറെ ഇൻസിഡൻസുമായിട്ട് ചേർത്ത് വെച്ചേക്കുകയാണ്. നമ്മൾ മനസ്സിൽ തന്നെ കളയുന്നതോടുകൂടി റാഷണലായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനായിട്ട് തുടങ്ങും. ആദ്യമായിട്ട് നമുക്കുള്ള ഈ കണ്ടാമിനേഷൻസ് ഡിലീറ്റ് ചെയ്തോ ഇല്ലെങ്കിൽ ചിലതിനെ ന്യൂട്രലൈസ് ചെയ്യുകയോ ചെയ്താൽ മാത്രമേ അങ്ങനെ നമുക്ക് റീപ്രോഗ്രാമിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 3 അവേഴ്സിന്റെ പ്രോഗ്രാം സാധാരണഗതിയിൽ പലപ്പോഴും കോളേജുകളിലൊക്കെ കൊടുക്കുന്ന ഫ്രീ ആയിട്ടും ഇല്ലെങ്കിൽ അവരൊരു ഇത് വെച്ചിട്ടാണ്. പക്ഷെ ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാം ഇസ് വെരി കോസ്റ്റ്ലി പ്രോഗ്രാം. അത് അവരുടെ ഒരു ടോട്ടലി തപസ് പോലെ ഒരു ദിവസത്തെ ഡിവോഷന്റെ ശേഷമാണ് ഈ പ്രോഗ്രാമിൽ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഈ പ്രോഗ്രാം മാസീവായിട്ടല്ലേ സാർ ഇത് ചെയ്യുന്നത്? കുറെ ആൾക്കാർക്ക് ഒന്നിച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പം വിവിധ മാനസിക നിലയിലുള്ളവരായിരിക്കും. അതെങ്ങനെയാ കൂടുതൽ എഫക്റ്റീവ് ആകുന്നത്? ഒരിക്കലും ട്രെയിനർക്ക് ഒരാളുടെ മനസ്സിനെ മാറ്റാൻ പറ്റത്തില്ല. മനസ്സിൽ മാറ്റണമെന്ന് ഇപ്പം മദ്യപിക്കുന്ന ഒരാൾ ഒരു മൈൻഡ് പവർ ആളിന്റെ അടുത്ത് വരുവാണെങ്കിൽ മദ്യത്തോട് സ്ട്രോങ് ആയിട്ടുള്ള അവേർഷൻസ് ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ അത് പക്ഷെ നമുക്ക് സജഷൻസ് കൊടുക്കാനേ പറ്റുള്ളൂ. ക്രിയേറ്റ് ചെയ്യേണ്ട അയാൾ തന്നെയാണ്. വേറൊരാളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഫിയർ ആയിരിക്കും. എല്ലായിടത്തും ഫിയർ ആയിരിക്കും. വേറൊരാൾക്ക് സംശയമായിരിക്കും. പക്ഷെ ഇവരെല്ലാം വന്നിരിക്കുന്നത് എല്ലാം മാറ്റി. വേറെ ആൾക്കാർക്ക് ബിസിനസ് ഒരുപാട് ചെയ്തിട്ട് എല്ലാ ബിസിനസ്സിലും ഫെയിലിയറാണ്. ഫെയിലിയറിനൊരു ബ്ലൂ പ്രിന്റ് അകത്ത് കയറിയേക്കുകയാണ്. എന്ത് ചെയ്താലും ഞാൻ പരാജയപ്പെടും. ഈ ഫിയർ എന്നൊക്കെ പറയുന്നത് ജന്മനാ ഉള്ളതാണോ? മദ്യപാനം എന്ന് പറഞ്ഞത് ഇതിലൊന്നും ജന്മനാ ഉള്ളതല്ല. ഞാൻ പറഞ്ഞു നേരത്തെ ഉണ്ടായിട്ടുള്ള ഇൻസിഡന്റുകൾ ഉള്ളിൽ ചെന്ന് അതിൽ നിന്നുണ്ടായിട്ടുള്ള റിയാക്ഷൻസ് ആണ്. സ്വഭാവം ബേസിക്കലി ഒരു റിയാക്ഷൻസ് ആണ്. അപ്പൊ ഇതിന് അവര് ശക്തമായിട്ട് ഇതിന് മാറ്റണമെന്ന് അവര് വിചാരിച്ചാൽ ആൾക്കാർ ഒന്നിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഡയറക്ഷൻസ് കൊടുക്കുക. ഇത്തരത്തിലുള്ളൊരു റിയാക്ഷൻ തന്നെയാണോ, പ്രതികരണം തന്നെയാണോ മദ്യപാനം എന്ന് പറയുന്നത്? മദ്യപാനത്തിൽ കൂടുതലും എൻജോയ്മെന്റിന് വേണ്ടിയിട്ടും കമ്പനിക്ക് വേണ്ടി മദ്യപിക്കുന്നതല്ലാതെ അഡിക്ഷൻ വരുമ്പോഴത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അംഗീകാരം കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ സഹോദരിമാർ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരുടെ ആ ഒരു ഈ അഡിക്ഷൻ മാറ്റാൻ പറ്റും. എന്ന് വെച്ചാൽ അംഗീകാരം കിട്ടാതിരിക്കുമ്പോഴത്തേക്കും മദ്യപിച്ച് കഴിയുമ്പോഴത്തേക്കും ടെമ്പററി കുറച്ച് സമയത്തേക്ക് ഒരു ഫീലിംഗ് കിട്ടുവാണ് അംഗീകാരം കിട്ടുന്നത്. അത് കിട്ടുന്ന ഫീലിംഗ് അടുത്ത ദിവസം അത് തന്നെ വേണമെന്ന് തോന്നും. അതിന് പകരം വീട്ടിലും മറ്റു നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും കൊളീഗ്സിന്റെ അടുത്തൊക്കെ ഒരു അംഗീകാരം കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, കുട്ടികളിൽ നിന്ന് സ്നേഹം കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പിന്നെ ഇതിനെക്കുറിച്ചുള്ള ആസക്തി നഷ്ടപ്പെടും. പിന്നെ മൈൻഡ് പവറിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതിനോടൊരു സ്ട്രോങ് അവേർഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അവരുടെ കൺസെന്റോടുകൂടി അവരാണ് ചെയ്യുന്നത്. ട്രെയിനർ എപ്പോഴും അതിനെ പറ്റിയ പവർഫുൾ സജഷൻസ് കൊടുക്കുകയാണ്. അത് കോൺഷ്യസ് ലെവൽ വഴി കയറി സബ് കോൺഷ്യസ് ലെവലിലേക്ക് സജഷൻസ് കൊടുക്കും. അവിടെ നിന്ന് പോയാലും മാസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മദ്യത്തോടുള്ള അവേർഷൻ എപ്പോഴും മനസ്സിൽ നിൽക്കുകയാണ്. അപ്പൊ പിന്നെ പ്രിഡോമിനന്റ് ഒരു അവയർനെസ് മദ്യത്തോട് അവേർഷൻ